പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ഈ പള്ളി ചുറ്റുമറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, ആദ്യകാലത്ത് ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 2-3 വെള്ളിയാഴ്ചയായി മഴ കാരണം, പിന്നെ അതേപോലെ അതിന് മുമ്പ് എനിക്ക് ഇത്തിരി സുഖമില്ലായ്മയൊക്കെ കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോയത്. ഏതായാലും ഇന്നിപ്പോൾ അധികം ആളുകളും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ആളുകൾ കുറവാണ്. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ തന്നെ ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട്. മനുഷ്യന്റെ മനസ്സ് നന്നാക്കുക, മനുഷ്യന്റെ മനസ്സിലുള്ള ചീത്ത വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ എടുത്തു കളയുക എന്ന വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മഹാനവറുകളുടെ ആ കിതാബാണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ടുള്ളത് സ്വഭാവ സംസ്കരണമാണ്. സ്വഭാവ സംസ്കരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും കൂടുതൽ ശുദ്ധമാവേണ്ട ഒരവയവം. ശാരീരികമായി എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായ ഡോക്ടേഴ്സിനെ കാണിച്ച് ആ അസുഖത്തിനുള്ള മരുന്ന് കഴിച്ച് രോഗം മാറ്റുന്ന ഒരു ശൈലി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നാവേണ്ടത് അവന്റെ മനസ്സാണ്. ഈ മനസ്സ് ചീത്തയാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? മനസ്സ് നന്നാക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മഹാനവറുകൾ വളരെ വിശാലമായി ഓരോന്നെടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കും ആ രീതിയിൽ തന്നെ ലഘുവായിട്ട് ഓരോ വിഷയങ്ങളെ അല്പാൽപമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യമായി മനസ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവ സംസ്കരണമാണ്. നല്ല സ്വഭാവം ഒരാളിൽ ഉണ്ടായാലുള്ള നേട്ടവും, അതേപോലെ നല്ല സ്വഭാവം ഒരാൾക്ക് ഇല്ല എങ്കിൽ അതിന്റെ കോട്ടവുമാണ് ആദ്യമായി ഇന്ന് വിശദീകരിക്കുന്നത്. ബാക്കിയുള്ള ആഴ്ചകളിൽ നമുക്ക് ബാക്കി പറയാം. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നതായ മഹൽ വചനങ്ങൾ, സൽസ്വഭാവത്തെക്കുറിച്ച് നബി തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നതായ ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലം ഒരുപാട് നിസ്കാരങ്ങളോ ഹജ്ജോ സക്കാത്തോ ദാനധർമ്മങ്ങളോ കൊടുത്താൽ മാത്രം ഒരു മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാ പിന്നെ നിസ്കരിക്കണ്ടല്ലോ ഉസ്താദേ എന്നല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്ത് അപേക്ഷിച്ചുകൊണ്ട് നിസ്കാരവും ഖുർആനോത്തും പള്ളിയൊക്കെ ആളുകളെ കൊണ്ട് നിബിഡമാണെങ്കിലും ഇസ്ലാമിന്റെ അന്തസത്ത എന്ന് പറയുന്ന ആ ഒരു കാര്യം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഗസാലി ഇമാം കിതാബിലൂടെ ഉടനീളം പറയുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് മനുഷ്യൻ നല്ലവനാവണമെങ്കിൽ, നല്ല ഒരാളാവണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും മാത്രം പോരാ, പിന്നെ എന്ത് വേണം? അവന്റെ സ്വഭാവം നന്നാക്കണം. ഈ സ്വഭാവം എങ്ങനെയാവണം? ആ സൽസ്വഭാവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്തു ഖലമിലൂടെ അല്ലാഹു പറയുന്ന ഒരു വചനം. വ ഇന്നക, നബിയെ തീർച്ചയായും താങ്കൾ അങ്ങ്, ലഅലാ ഖുലുഖിൻ അളീം, ഉത്തമമായ മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്.
നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമാണ്, അവര് നല്ല സ്വഭാവമാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ നബിയെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, നബിയെ അങ്ങ് ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖുൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആനായിരുന്നു നബി തങ്ങളുടെ സ്വഭാവം. സ്വഭാവത്തെക്കുറിച്ച് ഒരിക്കൽ സഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹുസ്നുൽ ഖുൽഖി. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ സൽസ്വഭാവം അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ഒരാൾ വന്ന് നബി തങ്ങളോട് ചോദിച്ചു. ഫതലാ ഖൗലുഹു തആല. ആ സമയത്ത് നബി തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്, സൂറത്തുൽ അറാഫിന്റെ ഒരു ആയത്ത്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. സൽസ്വഭാവം എന്ത് എന്ന് ചോദിച്ചപ്പോ അതിനുത്തരമായി നബി തങ്ങൾ ഈ ആയത്തോതി തുടർന്ന് നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ആശയം, ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്യുക, അഫ്വ് ചെയ്തു കൊടുക്കുക. നിന്നോടൊരാൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചെയ്തു കൊടുക്കുക, അതൊരു പകയായി നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ. വഅ്മുർ ബിൽ ഉർഫി, നല്ലത് കൊണ്ട് നീ കൽപ്പിക്കുക. വഅഅരിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഈ 3 പോയിന്റ് ഈ അർത്ഥം വരുന്ന ആയത്ത് നബി തങ്ങൾ ഓതി. എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, തുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ അൻ തസില മൻ ഖതഅക. നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക. സൽസ്വഭാവം എന്താന്ന് ചോദിച്ചപ്പോ അതിന് ഉത്തരം പറയാണ് നബി തങ്ങൾ. പറ്റുമോന്ന് നോക്കണം സഹോദരിമാരെ, സൽസ്വഭാവം നമുക്കുണ്ടോ എന്ന് നോക്കണം. എന്താ സൽസ്വഭാവം എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരായത്ത് ഓതി കൊടുത്തു. എന്നിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം സ്ഥാപിക്കുക. നിനക്ക് നൽകാത്തവന് നീ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് തന്നിട്ടില്ല ഒരു കാര്യം ചോദിച്ചപ്പോ എന്നാൽ അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ കുടുങ്ങിയ സമയത്ത് ഒരാളോട് ഒരു 10,000 രൂപ കടം ചോദിച്ചു. അയാളുടെ അടുത്ത് ഉണ്ട് എന്ന് അറിഞ്ഞ ശേഷമാണ് നമ്മൾ ചോദിച്ചത്. അയാൾ നമുക്കത് തന്നില്ല. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഫضل കൊണ്ട് നമുക്ക് അല്ലാഹു നിഅമത്ത് ചെയ്തു. മുമ്പ് നമ്മൾ ചോദിച്ച ആ മനുഷ്യൻ നമ്മളോട് വന്ന് പറയാണ്, എനിക്കൊരു 10,000 രൂപ കടം തരണമെന്ന്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ കുടുങ്ങിയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ട് തന്നിട്ടില്ല, അതുകൊണ്ട് കൊടുക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കരുത്. എന്താകണം? ഇങ്ങോട്ട് തടഞ്ഞവനും അങ്ങോട്ട് കൊടുക്കുക. സൽസ്വഭാവമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെയോ നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ച ഒരാളുണ്ടല്ലോ, ആ ആക്രമിച്ച മനുഷ്യന് നീ മാപ്പ് കൊടുക്കുക. ഈ 3 കാര്യം പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ്, ഇത് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കുറച്ച് പ്രയാസ. ആദ്യം പറഞ്ഞത് ഏതാ? ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആളുകൾക്കിടയിൽ നാണം കെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മളോട് ബന്ധം മുറിച്ചതായ ഒരാൾ, കുടുംബ ബന്ധമാവട്ടെ സുഹൃത്ത് ബന്ധമാവട്ടെ ഏത് നിലക്കുള്ള ബന്ധമാണെങ്കിലും ഇങ്ങോട്ട് ബന്ധം മുറിച്ച ഒരാളോട് പോയി ആ അങ്ങോട്ട് മിണ്ടുക. സാധാരണ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ബന്ധം മുറിച്ച ആൾ പിന്നെ ആര് മിണ്ടണം എന്നതിലാണ് തർക്കം. അവനല്ലേ ഇങ്ങനെ ചെയ്തത്, അവനല്ലേ എന്നോട് അത് പറഞ്ഞത്, അവനല്ലേ എന്നോട് ബന്ധം മുറിച്ചത്, അതുകൊണ്ട് അവൻ എന്നോട് മിണ്ടട്ടെ എന്നതാണ് സാമാന്യമായി നമ്മളൊക്കെ ചിന്തിക്കുക. എന്നാൽ അങ്ങനെയല്ല. സൽസ്വഭാവിയാണോ എന്നാൽ അവൻ അങ്ങോട്ട് മിണ്ടാൻ നിൽക്കൂല, അങ്ങോട്ട് മിണ്ടും. അല്ലാഹു ആ ഒരു മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കും,
ഇങ്ങോട്ട് ആക്രമിച്ചവനും വിട്ടുവീഴ്ച ചെയ്യും. ഈ കാര്യം നബി തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നബി തങ്ങൾ ഓതുകയാണ്, വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഓതി വീണ്ടും അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. വിട്ടുവീഴ്ച ചെയ്യുക മനുഷ്യ, നല്ലതുകൊണ്ട് കൽപ്പിക്കുക മനുഷ്യ. ആളുകൾ നിന്നെ കുറിച്ച് വിവരമില്ലാത്തവർ പറയുന്നുവെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് നീ എടുക്കല്ലേ, അത് നീ മൈൻഡ് ചെയ്യാതിരിക്കുക മനുഷ്യ. ഇതൊക്കെ നേതാക്കന്മാർക്കാണ് അധികം പറ്റുക, ഉസ്താദ്മാർക്കൊക്കെ. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടയിലിരുന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, എന്നോട് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ആ പറഞ്ഞു തരുന്ന ആളോടും കുഴപ്പമില്ല, എന്നെ കുറിച്ച് പറയുന്നവരോടും കുഴപ്പമില്ല. അറിവില്ലാത്ത മനുഷ്യന്മാരാണ് അവരൊക്കെ. അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്കൊരു ചുക്കും വരൂല. അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവർക്ക് വേണ്ടി പൊറുക്കല്ല തേടുക. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ട്? സൽസ്വഭാവമുണ്ട് എന്നാണ് ഞാൻ പറയല്ല. അല്ലാഹുവിന്റെ ഹബീബ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊക്കെ സഹോദരിമാരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സൽസ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പല കുടുംബങ്ങളുമായിട്ട് ആരോഗ്യത്തിൽ കഴിയുന്ന ആളുകളിലെ ജ്യേഷ്ഠാനിയന്മാരുമായി, അനിയത്തിമാരുമായി, ചിലപ്പോ ഉമ്മാരുമായിട്ട് പോലൊക്കെ ചിലപ്പോ വഴക്കിട്ടിട്ടുണ്ടാവും. പിന്നെ മിണ്ടിയിട്ടുണ്ടാവില്ല, ഫോൺ ചെയ്താൽ എടുക്കൂല, മെസ്സേജ് കൊടുത്താൽ വായിക്കൂല, റീപ്ലൈ കൊടുക്കൂല, പിണക്കങ്ങളാണ്. ഈ പറഞ്ഞ നബിതങ്ങളുടെ സൽസ്വഭാവത്തിന്റെ ഗണത്തിൽപ്പെട്ട ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, നാം സൽസ്വഭാവിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തന്നെ മാർക്കിടാൻ പറ്റും. തീർന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നമാ ബുഇത്തു ലിയുതിമ്മ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം നബിയുടെ അപ്പുറത്തേക്ക്, നബിയുടെ ആ സൽസ്വഭാവവും നബിതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരാൾക്ക് സൽസ്വഭാവം കാണിക്കാനില്ല. ഈ പറഞ്ഞ ഹദീസ് തന്നെ നമ്മൾ പരിശോധിക്കുക. നബിതങ്ങൾ 40 വർഷക്കാലം മക്കയിൽ നല്ല ആളായിട്ട് ജീവിച്ചു. അതിനിടയിൽ മോശമല്ല. മക്കക്കാർക്കാർക്കും ഒരു കുറ്റവും നബിതങ്ങളെ കുറിച്ച് പറയാനില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ, സത്യസന്ധനാണ്. നുബുവത്ത് ലഭിച്ചു. അവരോട് ദീനിലേക്ക് വരാൻ പറഞ്ഞു. നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് എല്ലാവരും ശത്രുക്കളായി, എല്ലാവരും എതിരായി. നബിതങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കുടൽമാല നബിതങ്ങളുടെ കഴുത്തിലിട്ടിട്ടുണ്ട്. അബൂജഹലും കൂട്ടരും നബിതങ്ങളെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ, നമുക്കറിയാലോ ചരിത്രമൊക്കെ, ഉറങ്ങിക്കിടക്കുമ്പോ വീട് ചുറ്റും വളഞ്ഞു. അതിനിടയിൽ നബിതങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയിട്ടും അവിടെ വെറുതെ ഇരുന്നില്ല ശത്രുക്കൾ. ബദർ ഉണ്ടായത് മദീനയുടെ അടുത്ത സ്ഥലമാണല്ലോ, ബദർ മക്കയിലല്ലല്ലോ. ഉഹദും അങ്ങനെ തന്നെയാണ്, മദീനയിൽ നിന്ന് നടക്കാനുള്ള ഉഹദിലേക്ക്. അവിടെയും നബി തങ്ങളെ ഉപദ്രവിക്കാൻ ഇവർ ചെന്നു. ഇങ്ങനെയൊക്കെ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർക്ക് പകയില്ല, വിദ്വേഷമില്ല. പിന്നീട് ഇവരെയൊക്കെ കീഴടക്കി മക്ക എന്ന് പറയുന്ന പ്രദേശം നബി തങ്ങളുടെ കീഴിലായി വന്നപ്പോ ഇവരെയൊക്കെ ഉപദ്രവിച്ച ആളുകളെ എന്തും ചെയ്യാനുള്ള ത്രാണിയും സമ്പത്തും അധികാരവും നബിതങ്ങൾക്കുണ്ടായപ്പോഴും നബിതങ്ങൾ അവരോട് പറഞ്ഞതെന്താണ്? നിങ്ങളെല്ലാവരും മോചിതരാണ്, നിങ്ങളൊക്കെ പോവുക, ആർക്കും ആരോടും പ്രതികാരമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ കുടുംബക്കാരുണ്ട്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കുടുംബങ്ങളാണ് ഭൂരിഭാഗം. ദ്രോഹിച്ചവർ, എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തവർ, എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇങ്ങനെ കഴിയണം ഒരു മനുഷ്യന്. നമുക്കത് പറ്റുമോന്ന് ആലോചിച്ച് നോക്കിയേ. ജ്യേഷ്ഠനോട്, അനിയനോട് അറിവില്ലാത്തതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ
ഇനി വിവരം ഉണ്ടായിട്ട് തന്നെ വാശിക്കാന്ന് കൂട്ടിക്കോ, അങ്ങോട്ട് നമ്മൾ കാണിക്കാതിരിക്കുക. ഇതാണ് സൽ സ്വഭാവം എന്ന് ആ സ്വഹാബിയോട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, അന്ത്യദിനത്തിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നമ്മുടെ നന്മ തിന്മകളെല്ലാം തൂക്കുന്ന ആ ഒരു സമയമുണ്ട്. നമ്മുടെ നന്മകളെല്ലാം എടുത്ത് തുലാസിൽ ഇങ്ങനെ തൂക്കുകയാണ്. ആ സമയത്ത് അതിൽ ഏറ്റവും കനം തൂങ്ങുന്നതായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ളതായ തഖ്വയാണ്, ഭയമാണ്. എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ആരും കാണാതെയാണെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോ ഇതെന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് കാണുമല്ലോ, എന്റെ അല്ലാഹു അറിയുമല്ലോ എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ തിന്മകളിൽ നിന്ന് വിട്ടു നിന്ന് ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ അവന് ഹൃദയത്തിൽ തഖ്വയുള്ളവനാണ്. അതാണ് ഒന്നാമതായി ആ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം തൂങ്ങുന്നതെങ്കിൽ. രണ്ടാമത്തതിന് വിവരങ്ങൾ പറയുന്നത് വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സൽ സ്വഭാവത്തിന്റെ അടയാളങ്ങളില്ലേ, അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയായ മനുഷ്യൻ അവന്റെ നന്മകൾ എടുത്തുകൊണ്ട് മീസാനിൽ തൂക്കുമ്പോ നല്ല രീതിയിൽ അത് കനം തൂങ്ങി വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ചെയ്യുന്ന ഹജ്ജാണ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോയ ആളുകൾ അവിടെ ഇരിപ്പുണ്ട്, പോയ സഹോദരിമാരുണ്ടാകും, ഈ വർഷം പോയവരൊക്കെ ഉണ്ട്, നമ്മുടെ ക്ലാസ്സിന് വരുന്നവർ. അല്ലാഹു തആല അവരുടെ ഹജ്ജ് കബൂലാക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആഫിയത്തോടെ നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അത്രയും മഹത്വമുണ്ട് ഹജ്ജിന്. എന്നാൽ ഇവിടെ ഹജ്ജിനെ കുറിച്ചും പറഞ്ഞില്ല. അപ്പൊ ഹജ്ജ് ചെയ്ത് വന്നാൽ ഇനി ഞാൻ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ചിരിക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. എന്ന് ഉറപ്പിച്ചിരിക്കാം. ഏത് സൽ സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് കവച്ചു വെക്കുന്ന ഒരു തിന്മ ചെയ്യാനില്ല. ഹജ്ജ് ചെയ്ത് വന്ന ഒരാൾക്ക് ദുസ്വഭാവിയാവാം. ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരാൾക്ക് ദേഷ്യവും പകയൊക്കെ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കാം, സാധ്യതകളുണ്ട്. എന്നാൽ ഈ സാധനം തന്നെ ഇല്ലാത്ത ഒരാളാണെങ്കിലോ, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇബാദത്ത് തന്നെയാണത്. എന്താണ് അത്ര വലിയ ഇബാദത്താവാൻ കാരണം? അത് നമ്മളിലേക്ക് എന്നെ ചേർത്ത് നോക്കിയാൽ മതി. നമ്മളോട് പിണക്കുള്ള ഒരാളോട് നമുക്ക് അങ്ങോട്ട് മിണ്ടാൻ തോന്നുന്നുണ്ടോ? അതെനിക്കൊരു കുറച്ചില്ലാന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മളിലൊക്കെ ഈ ദുസ്വഭാവത്തിന്റെ ചില അംശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല അതൊക്കെ നീക്കി സംശുദ്ധമായ ഖൽബ് നമുക്കൊക്കെ പ്രദാനം നൽകുമാറാവട്ടെ. അപ്പൊ അന്ത്യദിനത്തിൽ മീസാനിൽ വെച്ച് ഏറ്റവും കനം തൂങ്ങുന്നതായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, വഹ്സുനുൽ ഖുലുഖ്, അതേപോലെ തന്നെ സൽ സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. തീർന്നില്ല. ഒരിക്കൽ നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. വജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈനി യദൈഹി. ഒരിക്കൽ നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ മുമ്പിലൂടെ ഒരാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദ്ദീനു, എന്താണ് നബിയേ ദീൻ? എന്താണ് ദീൻ? ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ, ഒരു ചെക്കനെ കല്യാണത്തിന് ഒരു പെണ്ണിന് വേണ്ടി അന്വേഷിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസാലിൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. 4 കാര്യം നീ കെട്ടുന്ന പെണ്ണിൽ നീ നോക്കണം. ഒന്ന്, നോക്കാറുണ്ട്, നോക്കണം എന്നല്ല, നോക്കാറുണ്ട് ജനങ്ങൾ. അവരുടെ സമ്പത്ത് നോക്കാറുണ്ട്, സൗന്ദര്യം നോക്കാറുണ്ട്, അവരുടെ കുടുംബ മഹിമ നോക്കാറുണ്ട്, അവരുടെ ദീനും നോക്കാറുണ്ട്. ഈ ദീനിനെ നീ മുന്തിക്കണേ. വിവാഹം കഴിക്കുമ്പോ നീ പരിഗണിക്കേണ്ടത് ദീനുള്ളവരായ ഒരു സഹോദരിയെയാണ്, സഹോദരിക്ക് വേണ്ടി ദീനുള്ള സഹോദരനെയാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നാശമുണ്ടാകുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ആ ദീൻ എന്താണ്? ദീൻ ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്. ഫഖാല, അപ്പൊ ആ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ് ദീൻ. 4 കാര്യങ്ങൾ. 1 ദീൻ, 2 ഖുലുഖ്, 3 ഖുലുഖ്, 4 ഖുലുഖ്. 4 കാര്യങ്ങൾ. 1 ദീൻ, 2 ഖുലുഖ്, 3 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 ഖുലുഖ്. 4 കാര്യങ്ങൾ. 1 ദീൻ, 2 ഖുലുഖ്, 3
അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദീൻ എന്താന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ് ദീൻ. അതുണ്ടോ എങ്കിൽ അവന് ദീനുണ്ട്. ഫഅതാഹു മിൻ ഖിബലി യമീനിഹി, കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങളുടെ വലതുവശത്തിലൂടെ ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മദ്ദീനു, എന്താണ് നബിയേ ദീൻ? ഫഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ് ദീൻ. സുമ്മ അതാഹു മിൻ ഖിബലി ശിമാലിഹി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങളുടെ ഇടതുവശത്തിലൂടെ ഒരാൾ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മദ്ദീനു, എന്താണ് നബിയേ ദീൻ? ഫഖാല, അപ്പോൾ അയാളോടും നബി തങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ് ദീൻ എന്നാണ്. സുമ്മ അതാഹു മിൻ വറാഇഹി, പിന്നെ ഒരാൾ നബി തങ്ങളുടെ പിന്നിലൂടെ വന്ന് ചോദിച്ചു, ഫഖാല, യാ റസൂലല്ലാഹ്, മദ്ദീൻ, എന്താണ് ദീൻ എന്ന്? ഫൽതഫത ഇലൈഹി, അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി ആ മനുഷ്യനിലേക്ക്. പുറകിലൂടെ വന്ന് ചോദിച്ച ആളുടെ ആ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, വഖാൽ അമാ തഫഖഹ്, ഈ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ മോനെ? ഹുവ അല്ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടരുത്, അതൊരു മനുഷ്യനെ നശിപ്പിക്കും. ദേഷ്യം വേണ്ട സ്ഥലത്ത് വേണം. ദേഷ്യത്തെക്കുറിച്ച് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്വബോധം നഷ്ടപ്പെട്ട് പ്രതിപക്ഷ ബഹുമാനങ്ങളില്ലാതെ നമ്മളെക്കാൾ പ്രായം കൂടിയവരോട് ദേഷ്യത്തിൽ പറയേണ്ട മാന്യമായ ഭാഷയിൽ കൊടുത്ത് കടുത്ത ഭാഷയിൽ പറയുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തെറികൾ വരാൻ പാടില്ല, അവനെ ഇകഴ്ത്താൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ പരുഷ ഭാഷയിൽ പറയണമെങ്കിൽ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ആ വാക്കിലൂടെ അയാളെ പരിഹസിക്കാനോ നിന്ദിക്കാനോ ഇകഴ്ത്താനോ പാടില്ല. ആ ദേഷ്യപ്പെടൽ അത് നീ ചെയ്യരുത് മോനെ, അത് ദീനാകുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പുറകിലൂടെ വന്ന് ചോദിച്ച ആളോട് രണ്ട് കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ അയാളിലുള്ള ചില ചീത്ത ഗുണങ്ങളെയും കൂടെ മാറ്റാനാണ് നബി തങ്ങൾ മറുപടി പറയാ. ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നാണ്. അപ്പൊ മുന്നിലൂടെ വന്ന ഒരാളോട് പറഞ്ഞു ദീൻ എന്താന്ന് ചോദിച്ചു. വലതുവശത്തൂടെ വന്ന ആളോട് പറഞ്ഞു കൊടുത്തു, ഇടതുവശത്തിലൂടെ വന്ന ആളോട് പറഞ്ഞു കൊടുത്തു. പിന്നെ പുറകിലൂടെ വന്ന ആളോട് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? എന്നാൽ നീ മനസ്സിലാക്കിക്കോ, നീ ദേഷ്യപ്പെടരുത്, അത് സ്വഭാവമാകുന്നു, ദീനാകുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി മക്കളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ മിണ്ടാതെ അങ്ങനെ ചിരിച്ചിരിക്കണമെന്നല്ല പറഞ്ഞതിനകത്തോട്ടോ. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുകയും രണ്ടെണ്ണം പൊട്ടിക്കുകയൊക്കെ ചെയ്യാം, ഇതിനൊന്നും കുഴപ്പമില്ല. ഈ പറഞ്ഞ ദേഷ്യം നേരത്തെ ഞാൻ പറഞ്ഞ ദേഷ്യമാണ്. അസഭ്യം പറയരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത്, അവനെ മോശമാക്കി ചിത്രീകരിക്കരുത്. വഖീല യാ റസൂലല്ലാഹ്, ഒരിക്കൽ നബി തങ്ങളോട് ഒന്നുകൊണ്ട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, മശഊം, എന്താണ് നബിയെ, എന്താണ് നബിയെ അപലക്ഷണം, ശകുനം, അപലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ചില ആളുകൾ കാണാം മുഹറം മാസം മറഞ്ഞു കാണാൻ പാടില്ല, വലിയ തെറ്റാണ് അല്ലേ? മറഞ്ഞു കാണാൻ പാടില്ല, വലിയ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്ന. അങ്ങനെയൊന്നുമില്ല, മറഞ്ഞു കണ്ട മറഞ്ഞ ഭാഗം കാണൂല, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പിന്നെ കുറെ കുറഞ്ഞു ഗുണം. അതിപ്പോ മുഹറം മാസമായാൽ പിന്നെ ഒരുപാട് കോള് വരുന്നതാണ്. ഉസ്താദേ മാസം മറിഞ്ഞു കണ്ടു, അറിയാതെ കണ്ടുപോയി, അത് തെങ്ങിന്റെ ഓലന്റെ അടിയിൽ കൂടെ കണ്ട ഭയങ്കര പ്രശ്നമാണെന്നാ പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഏത് നിലാവ് മറിഞ്ഞു കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊരു ദുശകുനമായിട്ട് ചില ആളുകൾ കണക്കാക്കാറുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുക, അതൊരു ദുശകുനാണ്. ഇങ്ങനെയൊന്നുമില്ല. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കറുത്ത പൂച്ച വട്ടം ചാടിയ പിന്നെ ആ പോയ കാര്യം നടക്കൂല, അത് ശരിയാവൂല, അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഞാൻ പോയപ്പോ 3 വട്ടം കറുത്ത പൂച്ച എന്റെ മുന്നിൽ കൂടെ ചാടി. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വാഹനത്തിൽ കയറുമ്പോഴും യാത്രക്കൊക്കെ പോകുമ്പോൾ അല്ലാഹു തആല നമ്മോട് ചെല്ലാൻ കൽപ്പിച്ച ചില ദിക്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് ചെല്ലിയാൽ മതി.
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ആ കറുത്ത പൂച്ചയാണെങ്കിലും ശരി, പോലീസുകാരാണെങ്കിലും ശരി, പോലീസുകാരെന്ന് പറയുമ്പോൾ പൊല്യൂഷൻ എടുക്കാതെ അതേപോലെ ഇൻഷുറൻസ് എടുക്കാതെയൊക്കെ ഈ ദിക്റിൽ പോയാൽ പോലീസ് കൈ കാണിക്കൂല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. നമ്മളെ ഉപദ്രവിക്കൂല, നമ്മളെ അടുത്തുള്ള തെറ്റുകളില്ലാതെ എന്ന് മനസ്സിലാക്കുക. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയും ഒരു കഴിവൊന്നും അല്ലാഹുവിന്റെ അല്ലാത്ത ഒരാൾക്കില്ല. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഇതാ ഞാൻ ഈ യാത്ര തുടങ്ങുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. വാഹനത്തിൽ കയറുമ്പോൾ ഇറങ്ങിയിട്ട് ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് ചൊല്ലുക. പറ്റുമെങ്കിൽ ഒരായത്തിൽ കുർസിയും കൂടെ ഓതുക. ഒരു കുഴപ്പമില്ല. പൂച്ച മുന്നിക്ക് ആടിയാലും ശരി, അത് കറുത്ത പൂച്ചയാണെങ്കിലും ശരി, യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, എന്താണ് നബിയെ ഈ അപശകുനം ദുശകുനം എന്നൊക്കെ പറഞ്ഞാൽ അപലക്ഷണം അങ്ങനെയൊന്നുണ്ടോ? നബി തങ്ങൾ പറയാണ്, അപലക്ഷണമായിട്ട് എന്തെങ്കിലും എണ്ണുകയാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞത് അത് സൂഉൽ ഖുലുഖി, ദുസ്വഭാവമാകുന്നു. ഒരു മനുഷ്യനിലുള്ള ചീത്ത സ്വഭാവമാണ് അവന്റെ അപലക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ മാസം മറഞ്ഞു കാണലോ, പൂച്ച ചാടലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ല. ഒരാളുടെ സ്വഭാവം ചീത്തയാണോ എങ്കിൽ അവൻ തന്നെ അപലക്ഷണമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരുപാട് ഹദീസുകൾ നമ്മളിത് പറഞ്ഞാൽ തീരൂല. ഏതായാലും നമ്മൾ ചർച്ച ചെയ്യാണല്ലോ. കുറെ പറയുമ്പോഴേ ഇത്തരം ചില സാഹചര്യമൊക്കെ നമ്മളിലേക്ക് വരുമ്പോ ഈ ക്ലാസ് ഓർമ്മ വരും. ശരിയാണല്ലോ പഠിച്ചോനെ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നാലോചിച്ച് അപ്പൊ നമ്മൾ അതിൽ നിന്നൊന്ന് പിന്മാറുക. അതാണ് ഈ ക്ലാസ് കൊണ്ടൊക്കെയുള്ള ഉദ്ദേശം. അല്ലാഹു അങ്ങനെയുള്ള ഒരു ഖൽബ് നമുക്ക് നൽകുമാറാവട്ടെ. മറ്റൊരു ഹദീസ്, വഖാല റജുലുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഖാല റജുലുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഔസിനി, എനിക്ക് കുറച്ച് ഉപദേശം പറഞ്ഞു തരണം നബിയേ, എന്നെ ഉപദേശിക്കണം. ഫഖാല, അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആരും അറിയില്ലെങ്കിലും ആരും കാണില്ലെങ്കിലും ഏതോ രാജ്യത്ത് പോയാലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയാലും മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോയാലും നീ ചെയ്യുന്ന തിന്മകൾ ആരും അറിയില്ല, കാണില്ല. പക്ഷേ അല്ലാഹു കാണും, അല്ലാഹു അറിയും എന്ന ഒരു ബോധം നിനക്കുണ്ടാവുക. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, സിദിനി, ഇതുപോലെ നബിയെ എനിക്ക് വീണ്ടും എന്നെ അങ്ങ് ഉപദേശിച്ചാലും. അപ്പൊ അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ നീ അവിവേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്ന് നന്മകൾ നീ ചെയ്യുക. എങ്കിൽ ആ നന്മകളെ കാരണമായി ആ തിന്മകൾ മാഞ്ഞു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരാണ്, ചിലപ്പോഴൊക്കെ അപാകതകൾ വന്നു പോകും. ഉമ്മമാര് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ അവിവേകം നമ്മളിൽ നിന്ന് വന്നു പോയാൽ കൂടുതൽ നന്മകൾ നമ്മൾ കുറെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ ആ നന്മയുടെ ഉള്ളിൽ പെട്ടുകൊണ്ട് ആ തിന്മ മായ്ഞ്ഞു പോകും. അത് കാണൂല, അത് അടിയിൽ പോകും. അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനില്ലാത്ത കൽബാണ്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഇനിയിപ്പോ ഞാൻ നന്നാവൂല, ഏതായാലും അത് ചെയ്തില്ലേ, ഇനി അതും ചെയ്യാം, പിന്നെ അതും ചെയ്യാം, പിന്നെ അതും ചെയ്യാം. അതൊരിക്കലും കൽബിൽ ഈമാനില്ലെങ്കിൽ വരുന്ന ചിന്തകളാണ്. അങ്ങനെയുള്ള ചിന്തകളെ തൊട്ട് അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. ചില ആളുകളോടൊക്കെ ചില തിന്മകൾ കൊണ്ടു നടക്കുമ്പോൾ ഉപദേശിച്ചാൽ അവർ പറയുന്നതാണ്, ഉസ്താദെ ഇതുവരെ ഒന്നും ചെയ്തിട്ട് ഇനി ഞാനൊന്നും നന്നാവൂല, അത്രത്തോളം ഞാനൊക്കെ ചെയ്തു പോയിക്കോട്ടെ, ഇനി ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപാകതകൾ ഒരു മനുഷ്യനിൽ നിന്ന് വന്നാൽ
ആ അപാകതകളാണ് എന്ന തിരിച്ചറിവുണ്ടായിക്കൊണ്ട് നന്മകൾ ധാരാളമായി ചെയ്താൽ ആ അപാകതകൾ അതിന്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് മാഞ്ഞു പോകുമെന്ന് നബി തങ്ങൾ പറയാൻ. ഈ സ്വഹാബി വീണ്ടും ചോദിച്ചു, സിദിനി പറഞ്ഞു, സിദിനി ഇനിയും എന്നെ ഉപദേശിക്കൂ നബിയേ. അപ്പൊ ആദ്യത്തെ ഉപദേശത്തിൽ പറഞ്ഞത് നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. വീണ്ടും പറഞ്ഞത് ചീത്തയെ തുടർന്ന് നന്മകൾ നീ ചെയ്യുക, എങ്കിൽ ആ നന്മകൾ തിന്മയെ മായ്ച്ചു കളയും. വീണ്ടും ഉപദേശിക്കാൻ പറഞ്ഞപ്പോ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത് അതേപോലെ മോനെ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നീ പെരുമാറണേ, ജനങ്ങളോട് നല്ല രീതിയിൽ നീ പെരുമാറണേ, നല്ല സ്വഭാവത്തിന്റെ ഉടമയാവാൻ നീ ശ്രമിക്കണേ. അങ്ങനെ നീ ചെയ്താൽ അത് നിന്റെ ജീവിതത്തിലുള്ള വലിയ ഒരു നന്മയാണ് എന്ന് ആ ഉപദേശിക്കാൻ പറഞ്ഞ മനുഷ്യനോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. വസുഇല അലൈഹിസ്സലാം അയ്യുൽ അഅ്മാലി അഫ്ളലു. ഒരിക്കൽ നബി തങ്ങളോട് വന്ന ഒരാൾ ചോദിക്കുകയാണ്, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ അതിന് മറുപടി പറയുകയാണ്, ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവം. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ്. നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര ആയത്ത് പറഞ്ഞു, എത്ര ഹദീസുകൾ പറഞ്ഞു. ഈ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ പറഞ്ഞത് സൽസ്വഭാവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്, സ്വഭാവം നന്നാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. തീർന്നിട്ടില്ല. വമാ ഹസ്സനല്ലാഹു ഖൽഖ അബ്ദിൻ ഖുലുഖഹു ഫയുത്ഇമുഹുന്നാർ. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് നന്നാക്കുകയും അതേപോലെ തന്നെ അവന് നല്ല സ്വഭാവവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ നരകത്തിൽ കടക്കുകയില്ല, നരകത്തിലെത്തി അവനെ ഭക്ഷിക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വഭാവമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നരകത്തിലെത്തി അവനെ ഭക്ഷിക്കുകയില്ല, നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുകയില്ല എന്നതാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി നമ്മളൊക്കെ കേട്ട, മലയാളത്തിൽ നമ്മൾ പലപ്പോഴും കേട്ട, അർത്ഥശകലമായി നമ്മൾ കേട്ട ഒരു ഹദീസ് ഉണ്ട്. ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, ആരെക്കുറിച്ച്? ഇന്ന ഫുലാനത, ഒരു സ്ത്രീയെ കുറിച്ച്. ഫുലാനത്ത് എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന ഒരു സ്ത്രീ. അവർക്കൊക്കെ അറിയാം ആ സ്ത്രീയെ കുറിച്ച്, പേര് ഇവിടെ പറഞ്ഞില്ല. ഒരു സ്ത്രീയെ കുറിച്ച് നബി തങ്ങളോട് പറയപ്പെട്ടു. എന്താണ് ആ സ്ത്രീയുടെ ഗുണം? തസൂമുന്നഹാർ, പകലിൽ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പാണ്. വതഖൂമൽ ലൈൽ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റുകൊണ്ടുള്ള സുന്നത്ത് നിസ്കാരമാണ്. രാത്രിയിൽ സുന്നത്ത് നിസ്കാരം, പകലിൽ നോമ്പ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നബി തങ്ങളോട് പറയപ്പെട്ടു. വഹിയ, എന്നിട്ട് നബി തങ്ങൾ വഹിയ, ഈ സ്ത്രീ ഉണ്ടല്ലോ, അവൾ സയ്യിഅത്തുൽ ഖുലുഖി, ചീത്ത സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, പക്ഷേ സ്വഭാവം വളരെ ചീത്തയാണ് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ആ മറ്റൊരു ദുസ്വഭാവം ആ സ്ത്രീയുടേത്. തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ അയൽവാസികളെ നാവ് കൊണ്ട് ദ്രോഹിക്കുകയും ചെയ്യുന്ന പെണ്ണാണ്. അപ്പൊ അയൽവാസികളെ നാവ് കൊണ്ട് ദ്രോഹിക്കുക എന്ന ആ ഒരു ചീത്ത സ്വഭാവം ഈ പെണ്ണിൽ ഉള്ളതുകൊണ്ട് കാല നബി തങ്ങൾ പറയാനില്ല, ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയും ഇല്ല. ആരെക്കുറിച്ചായി പറയുന്നത്? പകലിൽ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്, രാത്രിയിൽ സുന്നത്ത് നിസ്കരിക്കുന്ന പെണ്ണ്, അവളെ കുറിച്ച് പറയാണ്. അവൾ നാവ് കൊണ്ട് അയൽക്കാരെ ദ്രോഹിക്കുന്നത് കൊണ്ട്, ചീത്ത സ്വഭാവമുള്ള പെണ്ണായതുകൊണ്ട് നബി തങ്ങൾ പറയുന്നില്ല, ഖൈറ ഫീഹാ, അവളിൽ നന്മയില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിയാണ് ജനങ്ങളെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ? നോമ്പ് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ?
നിസ്കാരവും നോമ്പും പരലോകത്ത് രക്ഷപ്പെടുന്ന സൽക്കർമ്മമായി മാറണമെങ്കിൽ അതിന്റെ കൂടെ സൽസ്വഭാവത്തോടുകൂടെ അത് ചെയ്യുക എന്നതും കൂടെ ആഡ് ചെയ്യണം. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു ഖൽബ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. സൽസ്വഭാവത്തെക്കുറിച്ച് ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് സൂചിപ്പിക്കാം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാണ്. ഒരു ഹിക്കായത്ത് മങ്കൂസ് മൗലൂദ് ഓതി ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയതായ ആളുകൾ, അതേപോലെ സുഖമില്ലാതെ കിടക്കുന്നവർ, അല്ലാഹു തആല അവർക്കൊക്കെ എന്താണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ഏൽപ്പിച്ചതെങ്കിൽ അവരുടെയൊക്കെ മുറാദുകളെ വീട്ടി കൊടുക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരി സമാനി കമാ ഖദറ വഅബദാ وألبسه خلقة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقد النلا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام ونجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لؤلؤا محمدا وراته أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم وبارك عليه قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فاحفظني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك صفا
من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب الشفاعة هب لنا في القيامة مشفقا وأهلنا يضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, നിങ്ങൾ ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ സ്വലാത്തുകൾ ചൊല്ലിയത് നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സൽ സ്വഭാവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ആ സ്വഭാവം ഞങ്ങളുടെ ഖൽബിൽ നീ ഇട്ട് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ദുസ്വഭാവത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ച ഓരോ ഹദീസുകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്ന് ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിസ്കാരം കൊണ്ട് മാത്രം കാര്യമില്ല, നോമ്പ് കൊണ്ട് മാത്രം കാര്യമില്ല. ചീത്ത സ്വഭാവിയാണെങ്കിൽ നരകത്തിൽ പോകുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച് പടച്ചവനെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാഹ്.
ഞങ്ങളെ മക്കളെ നീ നല്ല സ്വഭാവമുള്ള ആളുകളാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സൽ സ്വഭാവികളാക്കണേ അല്ലാഹുവേ. ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗം വന്നവരുണ്ട്, അതിയായി വേദനയുള്ളവരുണ്ട്. പടച്ചവനെ, എല്ലാവരുടെ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഭക്ഷണം തരുന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, അല്ലാഹുവേ, ഇന്നവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ക്ലാസ് കേട്ടിരിക്കേണ്ടവരാണ്. 6 അടി മണ്ണിലാണ്, പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടപ്പുണ്ട്. അല്ലാഹുവേ, പുറത്തു കൊടുക്കണേ അല്ലാ, അഫ്വ് ചെയ്യണേ അല്ലാ. പടച്ചവനെ, പല പള്ളിക്കാടുകളിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ ഉപ്പ, അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണം റഹ്മാനെ. അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, കരുണ ചൊരിയണേ അല്ലാ. നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ, കുടുംബങ്ങളെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുആനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക്, മൗലിദിലേക്ക് ചീരണി കൊണ്ടുവന്നതായ സഹോദരനുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇതേപോലെ നൽകിയവര് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ നൽകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുമൊക്കെ അവരുടെ മുറാദുകളെ വീട്ടണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, ആഫിയത്തോടെ, ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ, കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം, ബിസിനസ്, ജോലി, വീട്, വാഹനങ്ങൾ, അതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്, പണയത്തിന് താമസിക്കുന്നവരുണ്ട്, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം അവരെയൊക്കെ. ഈ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ കടങ്ങൾ വീടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വാടക വീട് മാറി, പണയത്തിലുള്ള വീട് മാറി, സ്വസ്ഥമായി സമാധാനത്തോടെ ഭാര്യ സന്താനങ്ങളോടൊപ്പം കഴിയാനുള്ളൊരവസരം അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് ആരെങ്കിലും ചീരണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നോട് നേരത്തെ വിവരം പറയണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.